പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇവിടെ കൃഷി ചെയ്ത കുറച്ച് പച്ചക്കറിയെ പറ്റിയാണ്. അതിൻ്റെ നടിയിൽ മുതൽ വിളവെടുപ്പ് വരെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വിത്ത് സെലക്ട് ചെയ്യുക. നല്ല വിത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണ് ഒരുക്കി കുമ്മായി ഇട്ട് ഒരുക്കണം. കുമ്മായി ഇട്ട് നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം മിനിമം വെച്ച ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ വിവിധ രീതിയിലാണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ ചാലാക്കിയിട്ട് പച്ചക്കറി നടും, തടമെടുത്ത് പച്ചക്കറി നടും. നമ്മളിപ്പം ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന മാർഗം എന്ന് പറഞ്ഞാൽ തടമെടുത്തിട്ടുള്ള പച്ചക്കറി കൃഷിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ അറിയാം, നല്ല സെലക്ട് ചെയ്ത വിത്തെടുത്ത് നമ്മൾ പാവലിൻ്റെ വിത്തും പടവലത്തിൻ്റെ വിത്തും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി കാണാം. ഇത് ഹൈബ്രിഡ് മായ ഇനത്തിൽപ്പെട്ട പാവലാണ്. നമ്മൾ തടവെടുത്ത് ആ തടത്തിൽ കുമ്മായം വെതറി 10 ദിവസം വെച്ച ശേഷമാണ് നമ്മൾ ഇത് വിത്തിടുന്ന സമയത്ത് തന്നെ നമ്മൾ വിത്തിനോടൊപ്പം ആ മണ്ണിൽ നല്ല ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾ തയ്യാറാക്കിയ ജൈവവളം ഉണ്ടായിരുന്നു, അതും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത ശേഷമാണ് വിത്തിട്ടിരിക്കുന്നത്. വിത്തിട്ട് നമ്മൾ 4-5 ദിവസം കൊണ്ട്, പാവലൊക്കെയാണ് 5-6 ദിവസം വേണം കിളുത്ത് വരാൻ വേണ്ടി. അതുപോലെ തന്നെ പടവലാണെങ്കിൽ ഒരു 7 ദിവസമൊക്കെ പിടിക്കും. നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ചില ആൾക്കാർ ഈ പച്ചക്കറിയുടെ വിത്ത് ഇട്ടതിന് ശേഷം പറയും മുളയ്ക്കുന്നില്ല എന്ന് പറയും. ഒരു കാരണവശാലും നമ്മൾ ഈ വിത്തിട്ട് അത് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈർപ്പം ഉണ്ടെങ്കിൽ നനയ്ക്കരുത്. രാവിലെയും നനയ്ക്കും, ഉച്ച കഴിഞ്ഞും നനയ്ക്കും. അങ്ങനെ നനയ്ക്കുമ്പോഴത്തേക്ക് ഇത് മുള പൊട്ടി കഴിയുമ്പോൾ അത് മിക്കവാറും ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ അനുഭവത്തിൽ കൂടെ പറയുന്ന കാര്യം, നമ്മളൊക്കെ ട്രേയിൽ വിത്തിട്ട് മുളപ്പിക്കുമ്പോൾ 7 ദിവസമൊക്കെ ആ ചെറിയ കപ്പിൻ്റെ ആ ഉള്ളിൽ കുഴിയിൽ ഇരുന്നിട്ട് ആ വിത്ത് മുളച്ച് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് വെള്ളം കൊടുക്കേണ്ടതില്ല. മണ്ണിൽ നമ്മൾ വിത്തൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഉണങ്ങിയ കരിയിലൊക്കെ ഇട്ട ശേഷം അതിന് ഈർപ്പം ഉണ്ടെങ്കിൽ നനയ്ക്കരുത്. ആ ചെറിയ ആ തണുപ്പിൽ തന്നെ അത് വിത്ത് മുളച്ച് വരും. അപ്പോൾ അങ്ങനെ മുളച്ച് വന്ന ശേഷം ഞങ്ങൾ ഇതിൻ്റെ ചില്ലികളൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പന്തലിൽ കയറ്റി വിടുകയായത്. അപ്പോൾ നമ്മൾ മുളയുടെ കമ്പ് താങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വന്നതിന് ശേഷം അത് പന്തലിലേക്ക് കയറി വന്ന ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്ത് വളർന്നു പോകുന്നതിന് വേണ്ടി നമ്മൾ പന്തലിൽ നല്ല സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇതിപ്പം ഇത് മേലെ കയറിയ ശേഷം നമ്മൾ ഇതിനകത്തൂടെ വള്ളി വലിച്ചിട്ട് കൊടുക്കുകയാണ്. ആദ്യം പന്തലിൽ മുള വെച്ച് കെട്ടിയ ശേഷം അതിന് നമ്മൾ ഈ വയക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിക്കുന്ന വള്ളിയുണ്ട്. ആ വള്ളി നമ്മൾ ക്രോസിന് കെട്ടി അതിന് ശേഷം ടോയിനിട്ട് കൊടുക്കുക ചെയ്ത്. അപ്പോൾ ഞാൻ ടോയിനിട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഇത് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തല നീണ്ടു വരുന്ന സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ്. അത് കാണിച്ചു തരാം നമ്മളതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിന് ഓവറായിട്ട് ഇങ്ങനെ വള്ളിച്ചെടിക്കൊന്നും ഓവറായിട്ടുള്ള നമ്മൾ നെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ വല അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുകൊണ്ടോ ഇത്ര അകലത്തിൽ മതി, വളരെ അകലത്തിന് മതി ഇതിന് വള്ളി കെട്ടി കൊടുക്കാൻ. നമ്മളിത് വളരെ അകലത്തിൽ ഉണ്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇതിൻ്റെ ഇടക്കൂടെ ഇത് വന്ന് പന്തലിച്ച് അത് വലുതായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ വള്ളിയിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ പടവലത്തിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, പടവലമൊക്കെ വന്നിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ വള്ളിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നീളുന്നതനുസരിച്ച് നമ്മൾ ഇത് വള്ളിയെ കൂടെ തന്നെ പോയിരിക്കുക, പന്തൽ കൂടെ കയറി പോയിരിക്കുക. അത്രയും മതി. അത് കൂടുതൽ നമ്മൾ വള്ളിയിട്ട് ഇത് വല ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ സ്വയം നിർമ്മിച്ച ജൈവവളം നമ്മൾ ചുവട്ടിലിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ജലസേചനമാണെങ്കിൽ ഞങ്ങൾ
ഒരു നേരമാണ് ജലസേചനം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ആ ജലസേചനം മതി. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഈ പൂ പൊഴിയാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് പൊട്ടാഷൊക്കെ ചേർക്കുന്നുണ്ട്, കായ്പിടുത്തം കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്കറിയാം നല്ല പാവലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പല ഈച്ചയുടെ ഉപദ്രവം, പുഴുവിൻ്റെ ഉപദ്രവമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള ബിഗ് ബോസ് അത് 3 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് വിട്ടിട്ടാണ് ഈ കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ ഓരോ കുത്തുന്നതുണ്ട്. ഇതൊക്കെ ഈച്ച കുത്തിയതാണ്. പക്ഷേ ഞങ്ങൾ അടിച്ചതിന് ശേഷം പിന്നെ അതിന് കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ അടിച്ചു കൊടുക്കും. അത് വൈകുന്നേരങ്ങളിലാണ് നമ്മൾ അടിക്കുന്നത്. ഇത് ഈച്ച കുത്തിയ ഒരു ഇതാണ്, അതിന് കളർ വ്യത്യാസം വരും. ഇത് നല്ല കണ്ടോ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ മരുന്ന് അടിച്ച് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പടവലമൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പത്തിലാണ് പടവലങ്ങയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉണ്ടോ, നല്ലോണം പിടിക്കുന്നുണ്ട്. മായ ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് പാവൽ, നല്ലോണം പിടിക്കും ഈ 2 രീതിയിൽ. പിന്നെ ജൈവ കീടനാശിനി പലതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ബിഗ് ബോസ് ആണ്. നല്ല സക്സസ് ആണ്. ഒരു മിനിറ്റ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പല കൃഷിയും ചെയ്തിട്ടുണ്ട്. കക്കിരിക്ക കൃഷി ചെയ്തിട്ടുണ്ട്. കക്കിരി ഉണ്ട്. ഇത് ഹൈബ്രിഡ് കക്കരിയാണ്. പിന്നെ പയർ, ഇത് വിവിധ കമ്പനികളുടെ പയറാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഞരമ്പൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഞരമ്പൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ. ചെറിയ ഇതായിട്ട് കണ്ടു, ചെറിയ ഇതായിട്ട് ഞരമ്പൻ, കുടവലോ അല്ലെങ്കിൽ ഇതൊക്കെ പറയും, താലോലിക്കാന്നൊക്കെ പറയും. ഇത് കൃഷിയുണ്ട്. എല്ലാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. പയർ ഉണ്ടോ, ഇത് വിവിധ ഐറ്റം പയറുകളാണ് ഓരോന്നും. മീറ്റർ പയർ ഓരോ കമ്പനിയിലുണ്ട്. ഇത് മീറ്റർ പയറാണ്, ഇത് മീറ്റർ പയറാണ്. പിന്നെ നമ്മൾ ഇതിനൊപ്പം തന്നെ വയലറ്റ് പയർ കൃഷി ചെയ്തിട്ടുണ്ട്. വയലറ്റ് പയർ ഇതിന് വേറൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലം വേണം. നമുക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്, നമുക്ക് മരത്തിൻ്റെയൊക്കെ തണലിലാണ്. അതുകൊണ്ട് ചെറിയ സൂര്യപ്രകാശത്തിന് കുറവുണ്ട്. അതിൻ്റേതായ ഒരു വളർച്ചയുടെ കുറവുകളൊക്കെ ഉണ്ട്. അതാണ്, നല്ല സൂര്യപ്രകാശം അടിച്ച് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അധികം രോഗബാധയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും അതിനകത്ത് പ്രകാശം കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ അതിന് നമ്മൾ അത് ഓരോ തീരുന്നതനുസരിച്ച് നമ്മൾ പുതിയത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് പുതിയതായിട്ട് ഇപ്പോൾ പയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് നല്ലത് നോക്കി നിർത്തിയിട്ടൊരു 3 എണ്ണം അത് കൂടുതൽ നിർത്തിയല്ല, 3-4 കൂടുതൽ, ബാക്കിയെല്ലാം ഇപ്പം പറിച്ച് കളയും. എന്നിട്ട് ഇതിനെ സംരക്ഷിച്ച് ഇതിനെ കമ്പ് കയറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് തന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും അറിയാത്ത കാര്യമാണ്. ഇത് ഉണ്ടോ, ഇത് കൂട്ടിപ്പിണഞ്ഞ് വരും. നമ്മളതിൻ്റെ ഇത് നമ്മൾ മാറ്റി വിട്ട്, ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ചാക്കുനൂല് വെച്ച് കെട്ടിയിട്ട് ഓരോ രീതിയിലേക്ക് ഓരോ സൈഡിലേക്ക് മാറ്റി വിടും. എന്നാൽ മാത്രമേ അതിന് ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. കെട്ടിപ്പണഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിന് ഉൽപ്പാദനം കുറവായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പന്തലൊക്കെ കയറ്റി പോകുന്ന സമയത്ത് അത് പല ഭാഗത്തേക്കായിട്ട് പോകാൻ വേണ്ടി അത് അതിന് സൗകര്യം ഒരുക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉൽപ്പാദനം കിട്ടത്തുള്ളൂ. ഇതാണ് പയർ കൃഷിയുടെ നമ്മളെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഇപ്പം പയർ ഇന്ന് വിളവെടുപ്പ് എടുത്തായിരുന്നു, ഇപ്പം പറിക്കാൻ കുറവാണ്. അപ്പം ഇതിനും വരുന്ന ഈ ഒരു ഉറുമ്പ് വന്നിട്ട് അതിൻ്റെ ഉപദ്രവം ഉണ്ടാകാറുണ്ട്. അതിന് ഈ ബിഗ് ബോസ് അടിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ഇതിന് ബിഗ് ബോസ് അടിച്ചു കൊടുക്കുക. ഒരു വൈകുന്നേരങ്ങളിലാണ് നല്ലത്. ഒരു 5 മണിക്ക് ശേഷമൊക്കെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത് കാരണം ഇത് ജൈവം ആണ്. അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ഞാനിപ്പോൾ അതിൻ്റെ പടവലത്തിൻ്റെയൊക്കെ വിളവെടുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ പടവലത്തിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണല്ലോ. നല്ല പടവലം, നാടൻ പടവലാണ്. നല്ല അറിയാം, നമ്മൾ ഈ അധികമായിട്ട് നമ്മൾ രാസവള പ്രയോഗം നടത്താത്തതിൻ്റെ പേരിൽ നമുക്ക് അതിന് അധികം വലിപ്പം വെച്ചിട്ടില്ല.
ഇപ്പം നമുക്ക് നല്ല കൂടുതൽ രാസവളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിപ്പം വെക്കും. പിന്നെ പടവലത്തിൻ്റെ വേറെ കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിന് ഈ ചുരുണ്ട് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ വരുമ്പോൾ സമയത്ത് ഉണ്ടോ ഇവിടെ ഒരു ചെറിയ നൂല് കെട്ടിയിട്ട് അത് കല്ല് കെട്ടി തൂക്കുക. കല്ല് കെട്ടി തൂക്കി കഴിഞ്ഞാൽ പടവലങ്ങ നേരെ പോകും. അതാണ് പടവലത്തിൻ്റെ പ്രത്യേകത. നമ്മളത് സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്, പടവലം നേരെ പോകാൻ വേണ്ടി. പടവലം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇതാണ് പടവലത്തിൻ്റെ വിളവെടുപ്പ്. ഇനി അടുത്ത് കയ്പ, പാവലിൽ ഉണ്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ട്, ഇതിൻ്റെ നമ്മൾ മൂത്ത് പാകമായെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ മുള്ള് പരന്ന് വരും, ഉരുണ്ട് വരും കേട്ടോ. ഉരുണ്ട് വരുന്ന സമയത്ത് അത് ഏകദേശം മൂപ്പായെന്ന് കണക്കൂട്ടിക്കോളുക. അല്ലാതെ ചിലപ്പോൾ ഇതൊക്കെ മൂപ്പ് എത്താത്ത സാധനം അതിൻ്റെ കണ്ടാൽ അറിയാം, കളർ വ്യത്യാസം എല്ലാം വരും, ചെറിയ ലൈറ്റ്. ഇത് കുറച്ച് നല്ല വൈറ്റ് കൂടുതൽ വരും. ഇങ്ങനെയാണ് അത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പാകമായെന്ന് നമുക്ക് പാകമായെന്ന് വിചാരിക്കാം. അന്നേരത്തെ നമുക്ക് പറിക്കാം. അതാണ് നമ്മുടെ ആവലിൻ്റെ വിളവെടുപ്പ്. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടും. ഇത് നമ്മളിപ്പം കൂടുതലായി വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മളത് കൊണ്ടാട്ടമാക്കും, ഉണക്കി ഉപ്പിട്ട് പുഴുങ്ങി ഉണക്കി വെക്കും. അത് നമുക്ക് മറ്റ് കറികളൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള ഒരിതാണ്. നമ്മൾ കക്കിരിയുടെയും വിളവെടുപ്പ് കുറച്ച് ആയിട്ടുണ്ട്, നമ്മൾ കുഴപ്പമില്ല ഉണ്ടോ. ഇത് നല്ല നീളം വെക്കുന്നതാണ്. നമ്മൾ ഈ രാസവളം ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ അത്രയും വലിപ്പം കുറവാണ്. രാസവളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വലിപ്പം ഉണ്ടാവും. പയറ്, നമ്മുടെ വിളവെടുപ്പ്. നമ്മൾ ഈ ബൾക്കായിട്ടൊന്നും ആക്കലില്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ കൃഷി ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇത് തീരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ പച്ചമുളക് ചെയ്തിട്ടുണ്ട്, വഴുതന മുളക് ഉണ്ട്. പച്ചമുളകൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ, എല്ലാം പിടിച്ച് വരുന്നുണ്ട്. ഇത് ഒരു കുറച്ച് വളർച്ചയുടെ കുറവുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ എടുത്തിട്ട മണ്ണാണ്, പുറമേ നമ്മൾ വണ്ടിക്ക് ഇറക്കിയിട്ട് ഇട്ട മണ്ണാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു വളർച്ചയുടെ വ്യത്യാസമുണ്ട്, വളക്കുറവുണ്ട്. അതിൻ്റെ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ മനസ്സിൽ കിട്ടുള്ളൂ. ഉണ്ട് വഴുതനങ്ങയുടെ വിളവെടുപ്പ്. ഇനി കാപ്സിക്കം, കാബേജ്, കോളിഫ്ലവർ ഒക്കെ ഉണ്ട്. നമ്മൾ മേലെ അടുത്ത സ്ഥലത്താണുള്ളത്. പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോഴും പച്ചമുളകും വഴുതന ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സൂര്യപ്രകാശത്തിൻ്റെ കുറവുണ്ട്, അതിൻ്റേതായ ഒരു കുറവുണ്ട്. എന്നാലും പച്ചമുളകൊക്കെ നല്ലോണം പിടിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഉണ്ടോ, പച്ചമുളക് നല്ലോണം പിടിക്കുന്നുണ്ട്. നല്ല എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ അറിയാം നമുക്കെല്ലാവർക്കും സ്ഥലങ്ങൾ കുറവായിരിക്കും. അപ്പം ചെയ്യേണ്ടത് നമ്മൾ ഒരു മൂട് പച്ചമുളക്, തക്കാളി അല്ലെങ്കിൽ വഴുതന വേണമെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് നടാം, അല്ലെ പഴയ ചാക്ക് നടാം. നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ, വീട് സ്ഥലക്കുറവുള്ളവരൊക്കെ ടെറസിൻ്റെ മുകളിൽ ഒരു ചെറിയ പോളിയോസൊക്കെ ആക്കി കഴിഞ്ഞാൽ അത്രേ ചിലവ് വരുന്നുള്ളൂ. വാർപ്പിന് നല്ലതാണ്, കേടുകൂടാതിരിക്കും. അപ്പോൾ അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രുചികരമായിട്ട് നമ്മൾ ഈ വിഷം വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ട് കുറച്ചുണ്ടാക്കുകയാണെന്ന് രുചികരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പം പല സാധനങ്ങളുണ്ട്. നമുക്ക് നിത്യവഴുതന, വള്ളി കയറി പോകുന്ന പയർ, ഇതെല്ലാം ഓരോന്നോരോന്ന് വെച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവരും കൃഷി ചെയ്യുക, നല്ല ആരോഗ്യം വീണ്ടെടുക്കുക. ഈ വിഷം വാങ്ങി കഴിച്ച് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ അത് കളയാതിരിക്കുക. അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാക്കുകയില്ല. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ ആരും പുറത്തിറങ്ങിയില്ല.
എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്ത് അന്ന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത സമയമാണ് കാലഘട്ടമാണ്. ആ സമയത്ത് രോഗങ്ങളേ ഇല്ല, നമുക്ക് ആർക്കും ആശുപത്രിയിൽ പോകണ്ട. അപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം വെച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഫാസ്റ്റ് ഫുഡോ അങ്ങനെയുള്ള സാധനം കഴിക്കാതെ നമ്മൾ സ്വന്തം വീട്ടിൽ കഞ്ഞി അല്ലെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ എന്താ ഉള്ളത് വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ ആ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് രോഗമില്ലാത്തത്. അത് നമുക്കൊരു മുന്നേറിപ്പ് തരുന്നത്. നമ്മൾ കേരളക്കാരെ സംബന്ധിച്ച് അമിതമായി നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ സ്വന്തമായിട്ടിതുണ്ടെങ്കിൽ നമ്മൾ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഓരോ മൂടെങ്കിലും ചൂടെങ്കിലും നമ്മൾ വീട്ടിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തൊക്കെ ചെയ്ത് കുറച്ച് മതി, രോഗങ്ങൾ വന്ന് പോയിക്കോട്ടെ എങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കുറേശ്ശെ മതി. അപ്പോൾ അത് നമുക്ക് നല്ല രുചികരമായിട്ട് കഴിക്കാൻ പറ്റും. ഈ പച്ചക്കറിയുടെ കൃഷി രീതിയെ പറ്റി നടീരീതിയെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടാൽ മതി. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതിന് ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് സന്തോഷമേ ഉള്ളൂ പറഞ്ഞു തരുന്നതിന്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ നമസ്കാരം.